നമസ്കാരം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. അതിനൊരു പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അധികം മുള്ളില്ലാതെ തോല് ലേശം കട്ടിയിൽ ചെത്തി അങ്ങ് കളയണം. നേരെ നടു അങ്ങ് മുറിച്ച് ചെറുതായിട്ട് ഇങ്ങനെ എന്നിട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. 2 പച്ചമുളക് തന്നെയാണ് അതിന് കാര്യമായി എരിവ് വരുന്നത്. അത് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ അരിയാം. വട്ടം കനം കുറച്ചങ്ങ് അരിഞ്ഞു കൊടുത്താൽ മതി. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഈ ചട്ടി വെച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആ പച്ചമുളക് ആദ്യം ഇടാം. അപ്പോൾ തന്നെ പൈനാപ്പിളും തട്ടി കൊടുക്കാം. ഉപ്പാണ്, കുറച്ചുപ്പ്, ഇത്രയും മതി. മധുരം വരുന്നതാണ്, കുറച്ചുപ്പ് മാത്രം. അതിൻ്റെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരൊറ്റ തണ്ട് കറിവേപ്പില നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ വെളിച്ചെണ്ണയിലുള്ള പൈനാപ്പിൾ വെള്ളം ഉണ്ടാവും. വലിയ ഫ്രെയിമിൽ കൊടുക്കാതെ ചെറിയ ഫ്രെയിമിലിട്ടിട്ട് ഒന്നും കൊണ്ട് വെന്ത് വരണം. ഇതൊന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അത് വേകുന്ന നേരം കൊണ്ട് അതിലേക്ക് നമുക്ക് അരവ് വരാനുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തേങ്ങ എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 നുൾപ്പിടി, അത് ഇത്രയും ജീരകം, ഒരു നുള്ള് ഇത്രയേ ഉള്ളൂ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാതെ ഈ തേങ്ങയും ജീരകത്തിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ഒഴിക്കും. ഈ തൈര് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അത് വേകുമ്പോഴത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് അരച്ചെടുക്കും. ഇതിപ്പോൾ നമ്മൾ അരയ്ക്കാൻ കൊണ്ട് തേങ്ങയും ജീരകവും 2 സ്പൂൺ തൈര് ഒഴിച്ചിട്ട് ഒന്നരച്ചിട്ടേ ഉള്ളൂ. അത് ഫുള്ളായിട്ട് അരച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കറക്കിയെടുക്കണം. ഈ കടുകും കൂടി കൂട്ടിയിട്ട് നമുക്കിത് ഒന്നുകൂടെ അരച്ചെടുക്കാം. നമുക്ക് തുറന്നു നോക്കാം. പൈനാപ്പിൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഇത്രയും മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൊവ്വിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് പഞ്ചസാര, ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് തൈരും കൂടി ഒഴിച്ചു. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഇട്ട് കൊടുക്കും. ഇതൊന്ന് കഴുകി ഒരു ഇത്രയും വെള്ളം, ഒരു തുള്ളി വെള്ളം മതി. അതിൻ്റെ കടുകും ജീരകവും ഒക്കെ ഉണ്ട് അതിൽ.
അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു. അതിനൊരു പാകത്തിന് പൈനാപ്പിൾ പച്ചടിയുടെ പാകത്തിനുള്ള കളറും കിട്ടി. ഒന്ന് ഉപ്പ് നോക്കട്ടെ. ആ അടിപൊളി, സൂപ്പറായിട്ടെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. വലുത് നമുക്ക് പറയാൻ പറ്റുമല്ലോ, നന്നായത് നന്നായത് തന്നെ പറയണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഇനി തീ ഓഫാക്കാം. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് നമുക്ക് ഒരു വറവിടാനുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് സ്വല്പം വെളിച്ചെണ്ണ, കടുകാണ് ചെറിയ സ്പൂണ് 2, ഒരു 4 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 കറിവേപ്പില ഇതൊന്ന് ഇളക്കി കൊടുത്തു. അധികം കരിയണ്ട, അത് നമ്മൾ ഓഫാക്കി ഇത് നമ്മൾ ഈ വേറെപ്പില ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെയാകുമ്പോൾ വെള്ളമേ ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. തൈരിൽ ഉണ്ടാക്കുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. സിമ്പിളായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. വെള്ളം കൂടി പോകാതെ, തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കുക. അതൊക്കെ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു മാസ്റ്റർ പോയിന്റ് എന്ന് പറയുന്നത്. ആർക്കും ഇഷ്ടപ്പെടും, കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് പൈനാപ്പിൾ പച്ചടി. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ഐറ്റംസുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.